അങ്ങനെ കാത്തിരുന്ന് 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 പോയ കണ്ട പടമാണ് മാർക്കോ. നമ്മൾ സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചെന്നാൽ മതി. കാരണം സിനിമ തുടങ്ങി ആദ്യത്തെ 10 മിനിറ്റ് മൊത്തം നന്ദി എഴുതി കാണിക്കലാണ്. പിന്നെ ഏറ്റവും അവസാനം ഒരു പാട്ടുണ്ട്, എല്ലാവർക്കും താങ്ക്സ് എഴുതി കാണിക്കുമ്പോൾ ഒരു പാട്ടുണ്ട്. ആ പാട്ട് കഴിഞ്ഞ് കുറച്ചും കൂടി സീനുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് ആൾക്കാർ എണീറ്റ് വരാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടുപേരും ആദ്യം പറയുവാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഒരൊറ്റ കുഞ്ഞു പോലും ഈ പടം പോയി കാണാൻ പാടില്ല. അവരതിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത് വെറുതെ അല്ല. കാരണം 18 വയസ്സിന് മേളിലുള്ള ആൾക്കാരും അത്ര ഇതാണെങ്കിൽ മാത്രം പോയി കണ്ടാൽ മതി. കാരണം ഛർദ്ദിക്കാൻ വരും. അതെൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ ഓക്കാനം, ചില സമയത്ത് ഓക്കാനൊക്കെ വന്നുപോയി. അത് സിനിമ സൂപ്പറാണ് കേട്ടോ, അതിനകത്തൊന്നും പറയാനില്ല. അതിനകത്ത് ആക്ഷൻ ആക്ഷൻ ഒരു രക്ഷയില്ല. നമ്മുടെ മലയാളത്തിൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആക്ടറെയും കൊണ്ട് മാത്രം സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാ ലുക്കാണെങ്കിലും ബോഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഉണ്ണി മുകുന്ദന് വേണ്ടി മാത്രം ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പോലെ എനിക്ക് തോന്നി. ആക്ഷൻ ഒരു രക്ഷയില്ല, സൂപ്പറാണ്. അത് ഈ 10ഉം 200ഉം പേരെയൊക്കെ അടിച്ചിടുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട് സിനിമയിൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അത് ബോറടിക്കാതെ നമ്മൾ കണ്ടിരിക്കും. കാരണം അതിൻ്റെ മേക്കിംഗ് അങ്ങനെയാണ്, ഡയറക്ഷൻ അങ്ങനെയാണ്, ആക്ഷൻ അങ്ങനെയാണ്. അപ്പം നമുക്ക് തോന്നും എടാ ഇതൊക്കെ ചളിയാണ് നമുക്ക് തോന്നും. നമ്മൾ തെലുങ്ക് പടം കാണാൻ പോകില്ല, നല്ല അടിപ്പടം, ആ ഒരു രീതി പോവുക. പക്ഷേ ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്. അങ്ങനെ റൊമാൻസ് ഒന്നുമില്ല, ഇമോഷൻസ് ഇഷ്ടം പോലെയുണ്ട്. അതായത് കരച്ചിൽ വരുന്ന സ്ഥലമുണ്ട്, ദേഷ്യം വരുന്ന സ്ഥലമുണ്ട്, രോമാഞ്ചം കൊള്ളുന്ന സ്ഥലമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഒരു മാസ് പടമാണ്. ഇൻ്റർവെല്ല് വരെ നായകൻ്റെ അഴിഞ്ഞാട്ടമാണ് സിനിമയിൽ. ഇൻ്റർവെല്ല് കഴിഞ്ഞാലും അഴിഞ്ഞാട്ടമാണ്. പക്ഷേ എന്താണ്, നമ്മൾ സ്ഥിരം സിനിമയെ കാണുന്ന പോലെ എപ്പോഴും വിജയിച്ച് നിൽക്കുന്ന ഒരു നായകനല്ല. നായകനായാൽ തോൽവിയുമുണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ബി ജി എം സൂപ്പറാണ്. ചില സമയത്ത് ചില ബി ജി എം ഒക്കെ വരുമ്പം നമുക്ക് ഭയങ്കരമായ രീതിയിലൊരു അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഛർദ്ദിക്കാൻ വരുന്ന കാര്യം പറഞ്ഞല്ലോ, അത് ലാസ്റ്റ് ഭാഗമാകുമ്പോഴത്തേക്കുമാണ് അത്തരത്തിൽ വരിക. അല്ലെങ്കിൽ തന്നെ ചോരയും കൊണ്ടുള്ള കളിയാണ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാളോട് നമ്മളധികം സംസാരിക്കാനൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ ഒരു മൂഡിലായിരിക്കും ഇറങ്ങുക. ചോര കണ്ട് അറപ്പ് മാറിയ രീതിയിലായിരിക്കും ഇറങ്ങുക. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അടിക്കാം, കൊല്ലാം എന്നുള്ള രീതിയിലായിരിക്കും ഈ സിനിമ കണ്ട് കഴിഞ്ഞ് ഇറങ്ങുന്നവർ ഇറങ്ങുക. അപ്പം ഈ സിനിമ കണ്ട് ഇറങ്ങുന്നവരോട് അധികം രീതിയിലൊന്നും നമ്മൾ സംസാരിക്കാനൊന്നും പോകണ്ട കേട്ടോ, അതാണ് നല്ലത്. പിന്നെ സിനിമേൻ്റെ ഫുള്ള് ഡ്രില്ലിങ് മെഷീനും കൊണ്ടുള്ള പരിപാടിയുണ്ട്, തോക്കും കൊണ്ടുള്ള പരിപാടിയുണ്ട്, കത്തിയും കൊണ്ടുള്ള പരിപാടിയുണ്ട്, കയ്യും കൊണ്ട് ഉള്ള പരിപാടി, ആന്തരികാവയവങ്ങൾ കൈകൊണ്ട് പറിച്ചെടുക്കുന്ന പരിപാടി വരെയുണ്ട് സിനിമയിൽ. അപ്പം ഒട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ പോകാൻ പറ്റാത്തവർ ഈ സിനിമ കാണാൻ പോകരുത്. അത് സ്ട്രിക്റ്റ്ലി പറയുവാണ്, കാണാൻ പോകരുത്. ഇതിനകത്ത് എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും ഇതിൻ്റെ 8 മിനിറ്റോളം ഇവർ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ സിനിമയിൽ വെച്ചിട്ട് ആ 8 മിനിറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 8 മിനിറ്റിൽ എന്തായിരിക്കും എന്ന് ആലോചിക്കാൻ കൂടി എനിക്ക് വയ്യ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചോര തെറിക്കുന്നത് നമുക്കൊരു ഇതായിട്ട് തോന്നും. പക്ഷേ കുഴപ്പമില്ല, അടിപൊളിയാണ്. അതിൻ്റെ എനിക്ക് അവസാനം ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്കാണിങ്ങനെ ഓക്കാനിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ആ രീതിയിലാണ് അവരത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഒരിടയ്ക്ക് ചിന്തിച്ചു, ഇവരെന്തിനാണ് ഈ സിനിമ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത്? ഇത് വേറെ ആർക്കും വന്ന് കാണണ്ടേ? ഇത്രയും മനസ്സിന് ഉറപ്പുള്ളവർ മാത്രം വന്ന് കണ്ടാൽ മതിയോ? ഞാനാണെങ്കിൽ ഈ സിനിമ ഒന്നും കൂടി കാണാൻ പോകണം എന്നുള്ള രീതിയിലേക്ക് ഇരിക്കുമായിരുന്നു. പക്ഷേ നടക്കില്ല, ഒന്നും കൂടി ഈ സിനിമ കാണാൻ പോക്ക് നടക്കില്ല. ഇത് ടി വിയിൽ വരുമ്പോഴാണെങ്കിൽ പോലും ഇതിൻ്റെ മൊത്തമായിട്ട് അവർ ടി വിയിൽ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു കാലത്തും ഇടൂല. അപ്പം കാണേണ്ടവർ തിയേറ്ററിൽ പോയി കാണുക. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല സിനിമയാണ്, ഭയങ്കര ആക്ഷൻ പടമാണ്. മറ്റേ കില്ലുണ്ടല്ലോ, നമ്മുടെ ഹിന്ദി പടം കില്ല്, അപ്പോൾ കില്ലിൻ്റെ പോലത്തേക്ക് ഒരു പടമാണ്. പക്ഷേ എനിക്ക് കില്ലിനുള്ളതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഈ പടത്തിലുള്ളവർ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. കാരണം കില്ലിൽ മറ്റേ സാധനം വെച്ചിട്ട് ഒരു തന്നെ തലയിടിച്ച് പൊളിക്കുന്നതും കത്തി കൊണ്ട് കുത്തുന്നതും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സാധനം ഇതിനകത്തുള്ളത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. ഒരു സിനിമ ഇറക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് ഫീൽ ചെയ്തത്. ചോരക്കളി ഫുള്ള് ചോരക്കളിയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ചോരക്കളിയാണ്. പിന്നെ അവസാനത്തെ ആ പാട്ട് കഴിഞ്ഞ് ആരും എണീറ്റ് പോരരുത്, പാട്ട് കഴിഞ്ഞ് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ പാർട്ട് 2 ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ജഗദീഷ് പറഞ്ഞ പോലെ ജഗദീഷിൻ്റെ ഒരു ക്രൂരൻ ക്യാരക്ടറാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് അത്ര വെറുപ്പ് തോന്നിക്കൊന്നുമില്ല. അല്ലാത്ത വില്ലന്മാരോടാണ് നമുക്ക് വെറുപ്പ് തോന്നുക.
പിന്നെ സിദ്ദിഖ് ഉണ്ട്. സിദ്ദിഖിന്റെ അഭിനയം സൂപ്പറായിരുന്നു. നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീഖായേൽ സിനിമയുണ്ടല്ലോ. അതിനകത്ത് ക്യാരക്ടറിന്റെ പേരും, അതിനകത്തെ മരണം വരും ഒരു നാൾ എന്ന് പറഞ്ഞ പാട്ടും, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത സിനിമകളാണ്. അഭിനയിച്ചിരിക്കുന്നവർ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഉണ്ണി മുകുന്ദന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ്, അതായത് ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. പക്ഷെ അവർ മലയാളിയല്ല. അപ്പം അവരുടെ ഡബ്ബിങ്ങിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നും കേട്ടോ. പക്ഷേ അതൊരു മലയാളീനെയും കൊണ്ട് അഭിനയിപ്പിച്ച് ഡബ് ചെയ്യിക്കുമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. പക്ഷെ വേറെ ഒന്നും അങ്ങനെ കൊള്ളൂല എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് 10ഉം 200ഉം പേരെയൊക്കെ അടിച്ചിടുന്ന സീനുകൾ ഉണ്ട്. അത് നമ്മൾ കണ്ടിരിക്കുക, രസമുണ്ട്, കണ്ടിരിക്കാൻ പറ്റും നമുക്ക്. പിന്നെയും കണ്ടിരിക്കാൻ പറ്റാത്തത് ആ ചോരക്കളികളാണ്. ചോരക്കളികൾ ഒരു കാലത്തും പറ്റൂല. നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും ഇതിന് എന്റെ ആവശ്യമില്ല, അല്ല എന്റെ ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കും, എന്നാലും അത്രത്തോളം ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവസാനം കുറച്ച് സാധനം വരും. അതെനിക്കൊന്നും പറയാനില്ല കേട്ടോ. അത് നമ്മൾ വിചാരിക്കും ഇവരെന്തിനാണ് ഈ സിനിമ എടുത്തു വെച്ചത്, ആൾക്കാർക്ക് കാണാൻ തന്നെയാണ് ഇത് എടുത്തു വെച്ചേക്കുന്നത് എന്നൊരു ചിന്ത നമുക്ക് തോന്നും. കാരണം ആൾക്കാർക്ക് കാണാൻ പറ്റൂല. പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനം വരുന്നത് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ചോദിക്കുന്ന കേട്ടോ, കറണ്ട് പോയതാണെന്ന് ചോദിക്കുന്ന കേട്ടു. പാട്ടേന്ന് പറഞ്ഞാൽ അങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞവരെന്തായാലും. പക്ഷെ എന്താണെങ്കിലും 2ാം ഭാഗം വരും. അതും പടം തന്നെയായിരിക്കും മിക്കവാറും എന്ന് തോന്നുന്നു. പക്ഷേ പിള്ളേരെയും കൊണ്ട് ഒരു കാരണവശാലും ഈ സിനിമ കാണാൻ പോകാൻ പാടില്ല. അത് ഈ സിനിമകൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വെറുതെയല്ല. തിയേറ്ററിൽ കാണാൻ പോവരുത്. കാരണം എന്താ പറയുക, ഭയങ്കരമായ രീതിയിലുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. മൈൻഡൊക്കെ മാറ്റിക്കളയുന്ന ഒരു തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ ഇപ്പോഴും എനിക്ക് അതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ കണ്ടൊരു പോയി കാണുക. നല്ല സിനിമയാണ്, നല്ല കളക്ഷൻ കിട്ടേണ്ട സിനിമയാണ്. പക്ഷേ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണുമ്പം ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. ഇതൊക്കെ അറിഞ്ഞു പോയി കാണുക എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള ഒന്നുമില്ല കേട്ടോ. ഈ വയലൻസ് ആണ്.